യെസ്, ദ്വിമാന സമവാക്യത്തിൽ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. നോക്കുക, the product of a number and two more than that number is 168. What are the numbers? ചോദ്യം എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് ടു മോർ ദാൻ ദാറ്റ്. ഒരു സംഖ്യയുടെയും അതിനോടുകൂടി രണ്ട് കൂട്ടിയതിൻ്റെയും ഗുണനഫലം 168 ആണ്. വാട്ട് ആർ ദി നമ്പേഴ്സ്? ആ സംഖ്യകളേവ. അപ്പൊ അതെങ്ങനെ ചെയ്യാം? നോക്കുക, ലെറ്റ് ദ നമ്പർ ഇസ് ഈക്വൽ ടു എക്സ്. സംഖ്യ സമം എക്സ് എന്ന് വിചാരിക്കുക. ടു മോർ ദാൻ ദി നമ്പർ, സംഖ്യയേക്കാൾ രണ്ട് കൂടുതൽ, സമം എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു. Therefore, x into x plus 2, the product ആണ്, ഗുണനഫലമാണ്. x into x plus 2 is equal to 168. Or x square plus 2x is equal to 168. x into x, x square, x into 2, 2x is equal to 168. ഇതിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡിലൂടെ ചെയ്യാണ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിലൂടെ, പൂർണ്ണവർഗം, വർഗം തികയ്ക്കൽ മെത്തേഡിലൂടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സോ we must take half of the coefficient of x. 2ന്റെ പകുതി എടുക്കുക. x എന്നുള്ളതിന്റെ കോഎഫിഷ്യന്റ് പകുതി എടുക്കുക. 1ന്റെ സ്ക്വയർ രണ്ട് ദിക്കിൽ ആഡ് ചെയ്യുക, both sides. 1 square then is equal to 168 plus 1 square. So this left side LHS will be a perfect square. x plus 1 whole square, x plus 1 whole square is equal to 169. Then taking the square root, x plus 1 is equal to plus or minus root 169. വർഗ്ഗമൂലം എടുക്കുക. അപ്പോൾ x plus 1 is equal to plus or minus 13. x plus 1 is equal to 13. Then x is equal to 13 minus 1 is equal to 12. Which is equal to 12. x plus 1 is equal to minus 13. x is equal to minus 13 minus 1 is equal to minus 14. അപ്പോൾ 12 or minus 14 is the answer. Therefore, the numbers are, when x is equal to 12, x 12 ആണെങ്കിൽ 12, 12 plus 2, that is 12, 14, 12, 14. When x is equal to minus 14, then minus 14, minus 14 plus 2, that is minus 14, minus 12, minus 14, minus 12. അപ്പോൾ ആൻസർ x 12 ആണെങ്കിൽ 12 14, x മൈനസ് 14 ആണെങ്കിൽ മൈനസ് 14 മൈനസ് 12 ആയിരിക്കും അതിന്റെ സംഖ്യകൾ. വളരെ ക്ലിയർ ആണ്. പെർഫെക്റ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് വഴിയാണ് നമ്മൾ ആ ചോദ്യം ചെയ്തത്. നമ്പർ 2, ഫൈൻഡ് ദ നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രോഡക്റ്റ് 2. ഫൈൻഡ് ദ നമ്പേഴ്സ്, സംഖ്യകൾ കണ്ടെത്തുക. ഏത്? തുക 4 പ്രോഡക്റ്റ് 2. തുക 4 ഗുണനഫലം 2 സംഖ്യകൾ കണ്ടെത്തുക. ഫൈൻഡ് ദ നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രോഡക്റ്റ് 2. എങ്ങനെയാ സോൾവ് ചെയ്യാൻ സാധിക്കുക? ലെറ്റ് ദ നമ്പർ ഇസ് ഈക്വൽ ടു എക്സ്. സംഖ്യ എക്സ് എന്ന് വിചാരിക്കുക. അതർ നമ്പർ ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ്. മറ്റേ സംഖ്യ 4 മൈനസ് എക്സ്. കാരണം രണ്ട് സംഖ്യയോട് കൂട്ടിയ 4 ആണ്. ഒരു സംഖ്യ x ആണെങ്കിൽ മറ്റേ സംഖ്യ അതർ നമ്പർ is equal to 4 minus x. Therefore, x into 4 minus x is equal to 2. 4x minus x square is equal to 2. Minus x square plus 4x is equal to 2. അത് റീഅറേഞ്ച് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇവിടെ മൈനസ് വന്നതുകൊണ്ട് നമ്മൾ മൈനസ് 1 കൊണ്ട് എല്ലായിടത്തും ഗുണിക്കുക. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇൻറ്റു മൈനസ് 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 4x is equal to minus 2. മൈനസ് കൊണ്ട് ഗുണിച്ചു, അതിനെ ഒരു ഓർഡർ ആക്കി മാറ്റി, മേക്കിംഗ് ആൻ ഓർഡർ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4ന്റെ പകുതി എടുക്കുക. പെർഫെക്റ്റിംഗ് ദ സ്ക്വയർ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയി. LHS ഇസ് ബിക്കം ദ പെർഫെക്റ്റ് സ്ക്വയർ. a മൈനസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലായി. സോ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 2. So x minus 2 is equal to plus or minus root 2, taking the square root.
x minus 2 is equal to root 2. അപ്പോൾ x is equal to root 2 plus 2 is equal to 2 plus root 2. 2 plus root 2 എന്ന് കിട്ടും. x minus 2 is equal to minus root 2 ആണെങ്കിൽ x is equal to minus root 2 plus 2 is equal to 2 minus root 2. അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ കിട്ടി. 2 plus root 2, 2 minus root 2. When x is equal to 2 plus root 2, x 2 plus root 2 ആണെങ്കിൽ the number is equal to 2 plus root 2, 4 minus 2 plus root 2 is equal to 2 plus root 2, 4 minus 2 minus root 2 is equal to 2 plus root 2, 2 minus root 2. The answer will be 2 plus root 2, 2 minus root 2. ഇനി നമ്മൾ x is equal to 2 minus root 2 എന്ന് എടുക്കാം. x taken as 2 minus root 2. Then also 2 plus root 2, 2 minus root 2. ഉത്തരം 2 plus root 2, 2 minus root 2 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ഓർ വർഗ്ഗം തികക്കൽ മെത്തേഡിലൂടെ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എപ്പോഴും എന്ത് ചെയ്യണം? അപ്പോൾ കംപ്ലീറ്റിംഗ് ദി സ്ക്വയറിൽ ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സിന്റെ ഹാഫ് എടുക്കുക, ഹാഫ് ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആൻഡ് സ്ക്വയറിംഗ് ഇറ്റ് ആൻഡ് ആഡിങ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും അത് കൂട്ടുക, സ്ക്വയർ എടുത്തുകൊണ്ട് രണ്ട് സൈഡിലും കൂട്ടുക. അപ്പൊ നമുക്ക് വർഗ്ഗം തികക്കൽ മെത്തേഡ് കിട്ടും. അടുത്ത എക്സാമ്പിളിലേക്ക് നോക്കാം. നമ്പർ 3. In the polynomial p of x is equal to 2x square minus 7x minus 15, what number should we take as x to get p of x is equal to 0? തന്നിരിക്കുന്ന പോളിനോമിയലാണ് p of x is equal to 2x square minus 7x minus 15. ഈ പോളിനോമിയലിൽ എക്സിന്റെ വില ഏതെടുക്കുമ്പോഴാണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുക? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുക. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യാം? വളരെ എളുപ്പത്തിൽ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, 2x² ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. യു ക്യാൻ സോൾവ് ഇറ്റ് ബൈ വേ ഓഫ് ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പോൾ 2x² മൈനസ് 7x മൈനസ് 15 ഇസ് ഈക്വൽ ടു 0. 0 എന്ന് എടുത്തു. x is equal to minus b plus or minus root of b square minus 4ac by 2a. A is equal to 2, b is equal to minus 7, c is equal to minus 15. Is equal to minus of minus 7. Minus of minus 7. Plus or minus root of minus 7 whole square minus 4 into 2 into minus 15 whole divided by 2 into 2. Is equal to 7 plus or minus root of 49 plus 120 minus into minus plus. So 120 by 4 is equal to 7 plus or minus root 169 by 4. 7 plus or minus 13 by 4. X is equal to 7 plus 13 by 4 is 20 by 4 is equal to 5. 5. X is equal to 7 minus 13 by 4 is equal to minus 6 by 4 is equal to minus 3 by 2. The values വിലകൾ x ന്റെ വിലകൾ 5, minus 3 by 2. 5 minus 3 by 2 കൊടുത്താൽ p of x is equal to 2 square minus 8x minus 15 is equal to 0 ലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നർത്ഥം. Okay, the next question. The product of two consecutive odd numbers is 63. Find the numbers. The product of two consecutive odd numbers. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 63 ആണ്. നമ്പറുകളേത്? സംഖ്യകളേത്? എന്താ ചെയ്യാം? Let the number is equal to x. Other number is equal to x plus 2. കാരണം 1, 3, 5, 7 അങ്ങനെയാ പോവുക. 1, 3, 5, 7, 9 etc. So x is the first number, other number is equal to x plus 2. Then the product x into x plus 2 is equal to 63. Then x square plus 2x is equal to 63. x square plus 2x minus 63 is equal to 0. A is equal to 1, b is equal to 2, c is equal to minus 63. Then x is equal to minus b plus or minus root of b square minus 4ac by 2a is equal to minus 2 plus or minus root of 2 square minus 4 into 1 into minus 63 all divided by 2 into 1. Minus 2 plus or minus root of 4 plus 252 by 2 is equal to minus 2 plus or minus root of 256 by 2 is equal to minus 2 plus or minus 16. 256 in the square root of 16 ആണ്. Minus 2 plus or minus 16 by 2. X is equal to 14 by 2 is equal to 7.
x is equal to minus 2 minus 16 by 2 is equal to minus 18 by 2 is equal to minus 9. Therefore, the number is ഏതായിരിക്കും 7,7 plus 2 7,9. നെഗറ്റീവ് നമ്പർ എണ്ണൽ സംഖ്യയായിട്ട് എടുക്കാറില്ല, അതുകൊണ്ട് 7,9 ഈസ് ദ ഓഡ് നമ്പർ. മനസ്സിലായല്ലോ? അടുത്ത പ്രോബ്ലത്തിലേക്ക് വരിക. The sum of a number and the reciprocal is 2 and 1 by 6. What is the number? Sum of a number and the reciprocal is 2 and 1 by 6. ഒരു സംഖ്യയും അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും തുക 2 and 1 by 6 ആണ്. ഒരു സംഖ്യയും അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും തുക 2 and 1 by 6 ആണ്. What is the number? സംഖ്യ ഏത്? Let the number is equal to x. സംഖ്യ സമം x എന്ന് വിചാരിക്കുക. റെസിപ്രോക്കൽ അതായത് വ്യുൽക്രമം 1 by x എന്ന് വിചാരിക്കുക. അപ്പോൾ x plus 1 by x is equal to 2 and 1 by 6. ഇവിടെ ഫ്രാക്ഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ LCM എടുത്ത് കറക്റ്റ് ആക്കണം, ഡിനോമിനേറ്ററിനെ കറക്റ്റ് ആക്കണം. അപ്പോൾ x square plus 1 by x is equal to 13 by x. ഇതിനെ ക്രോസ് ചെയ്യുക. x square plus 1 into 6 is equal to 13x. So 6x square plus 6 is equal to 13x. 6x square minus 13x plus 6 is equal to 0. ഇതിനെ rearrange ചെയ്യുക. Then apply the quadratic formula. A is equal to 6, B is equal to minus 13, C is equal to 6. X is equal to minus B plus or minus root of B square minus 4AC by 2A. X is equal to minus of minus 13 plus or minus root of minus 13 square minus 4 into 6 by 2 into 6 is equal to minus into minus plus 13 plus or minus root 169 minus 144 by 12 is equal to 13 plus or minus root 25 by 12 is equal to 13 plus or minus 5 by 12. X is equal to 13 plus 5 by 12 is equal to 18 by 12 is equal to 3 by 2. Another answer is x is equal to 13 minus 5 by 12 is equal to 8 by 12 is equal to 2 by 3. അപ്പോൾ സംഖ്യ സമം നമ്പേഴ്സ് is equal to 3 by 2, 2 by 3, 3 by 2, 2 by 3. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. The next, the perimeter of a rectangle is 42 centimeter and its area is 20 square centimeter. Then question number 1, what is the sum of length and breadth? Question number 2, find the length and breadth. അതായത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 42 സെന്റിമീറ്റർ ആണ്, അതിന്റെ പരപ്പളവ് 20 സ്ക്വയർ സെന്റിമീറ്റർ ആണ്, ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ചോദ്യം 1, അതിന്റെ നീളം പ്ലസ് വീതി എത്ര? ചോദ്യം 2, നീളവും വീതിയും എത്ര? വളരെ സിമ്പിൾ ആണ്. പെരിമീറ്റർ അഥവാ ചുറ്റളവ് is equal to 2 into L plus B, 2 into നീളം plus വീതി is equal to 42. So L plus B is equal to 42 by 2 is equal to 21. Therefore നീളം plus വീതി L plus B is equal to 21. First answer is L plus B is equal to 21. Then second answer, let breadth is equal to x. വീതി is equal to x എന്ന് വിചാരിക്കുക. Therefore length is equal to 21 minus x. നീളം is equal to 21 minus x. Therefore area L into B, that is 21 minus x into x is equal to 20. 21x minus s square is equal to 20. Then rearrange here. Minus s square plus 21x minus 20 is equal to 0. Minus 1 കൊണ്ട് multiply here. അപ്പോൾ x square minus 21x plus 20 is equal to 0. Then a equal to 1, b equal to minus 21, c is equal to 20. Then applying the quadratic formula, ആ ഫോർമുല ഉപയോഗിക്കുക. x is equal to minus b plus or minus root of b square minus 4ac by 2a is equal to minus of minus 21 plus or minus root of minus 21 square minus 4 into 1 into 20 by 2 into 1 is equal to 21 plus or minus root of 4, 21 minus 80 by 2 is equal to 21 plus or minus root 61 by 2 is equal to 21 plus or minus 19. root 360 square root 19 ആണ് by 2 is equal to 21 plus 19 by 2 is equal to 20. 21 minus 19 by 2 is equal to 1. അപ്പോൾ length is equal to 20, breadth is equal to 1. അപ്പോൾ L 20, B 1. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് നമുക്ക്
പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം നമ്പർ 7. x square plus 2x minus y is equal to 0. x square plus x plus 5 is equal to 0. x square plus 1 is equal to 0. Find its discriminant. Find its discriminant. വിവേചകം കാണുക. x square plus 2x minus 5 is equal to 0. x square plus x plus 5 is equal to 0. x square plus 1 is equal to 0. വിവേചകം കാണുക. നമുക്ക് ഓൾറെഡി ക്ലിയർ ദാറ്റ് b square minus 4ac is greater than 0. പൂജ്യത്തിനേക്കാൾ വലുതാണെങ്കിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. b square minus 4ac less than 0. നോ സൊല്യൂഷൻ. b square minus 4ac പൂജ്യത്തിനേക്കാൾ ചെറുതാണെങ്കിൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. b square minus 4ac equal to 0 ആണെങ്കിൽ ഓൺലി വൺ സൊല്യൂഷൻ ഒരേ ഒരു പരിഹാരം മാത്രമേ ഉണ്ടാവൂ. സോ നമുക്ക് ചെക്ക് ചെയ്യാം. x square plus 2x minus 5 is equal to 0. b square minus 4ac is equal to a equal to 1, b equal to 2, c equal to minus 5. 2 square minus 4 into 1 into minus 5 is equal to 4 plus 20. Minus into minus plus ആവും. 4 plus 20 is equal to 24. So b square minus 4ac is greater than 0. പൂജ്യത്തിനേക്കാൾ വലുതാണ്. രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x is equal to minus b plus or minus root of b square minus 4ac by 2a വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. കാരണം b square minus 4ac is greater than 0. The next, s square plus x plus 5 is equal to 0. a equal to 1, b equal to 1, c is equal to 5. b square minus 4ac is equal to 1 square minus 4 into 1 into 5. 1 minus 20 is equal to minus 90. ഇവിടെ മൈനസ് 19 ആണ് വന്നിട്ടുള്ളത്. സോ ബി സ്ക്വയർ മൈനസ് 4ac is less than 0. പൂജ്യത്തിനേക്കാൾ ചെറുതാണ്. നോ സൊല്യൂഷൻസ്. പരിഹാരം ഇല്ല. കാരണം റൂട്ടിൻ്റെ ഉള്ളിൽ -1 വരും, മൈനസ് ഫിഗർ വരും. അതുകൊണ്ട് അതിന് പരിഹാരം കാണാൻ സാധിക്കില്ല. അടുത്തത് നോക്കുക. x square plus 1 is equal to 0. x square plus 1 is equal to 0. a equal to 1, b equal to 0, c equal to 1. b square minus 4ac is equal to 0 square minus 4 into 1 into 1 is equal to minus 4. മൈനസ് 4 ആണോ കിട്ടിയിരിക്കുന്നത്. സോ ബി സ്ക്വയർ മൈനസ് 4ac is less than 0. നോ സൊല്യൂഷൻ. പരിഹാരം ഇല്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ഡിസ്ക്രിമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ വാല്യൂ എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് വ്യക്തമായി. Then next question. x square minus 14x plus k is equal to 0. Have a single solution. What is the value of k? x square minus 14x plus k is equal to 0. Have a single solution. What is the value of k? k യുടെ വില കാണുക. x square minus 14x plus k സമം 0 ആണ്. അതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. k യുടെ വില കാണുക. The answer is x square minus 14x plus k is equal to 0. a equal to 1, b equal to minus 14, c is equal to k. There is only one solution. ഒരു പരിഹാരമായതിനാൽ b square minus 4ac is equal to 0. Only one solution. ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. Therefore, minus 14 square minus 4 into 1 into k is equal to 0. 196 minus 4k is equal to 0. 196 is equal to 4k. If minus 4k അപ്പുറത്തേക്ക് കൊണ്ടുപോവാ, minus 4k will be changed into 4k. So k is equal to 196 by 4 is equal to 49. K the value of k is equal to 49. Therefore, equation is equal to x square minus 14x plus 49 is equal to 0. ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക. minus b plus or minus root of b square minus 4ac by 2a is equal to minus of minus 14 plus or minus root into ഉള്ളിൽ 0 ആയിരിക്കും. divided by 2 into 1 is equal to 14 by 2 is equal to 7. Only one solution is there. 7 ആണ് അതിന്റെ ആൻസർ. 7 കൊടുത്തു നോക്കുമ്പോൾ ഇക്വേഷൻ will be 0 ആയിരിക്കും. k യുടെ വാല്യൂ 49 ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് b square minus 4ac ഡിസ്ക്രിമിനന്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ ഓഫ് k അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദി മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലൂടെ ഏത് ടൈപ്പ് പ്രോബ്ലം, സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഏത് ടൈപ്പ് പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.